ഹലോ മച്ചമാരെ, എല്ലാവർക്കും നമസ്തേ കൊച്ചിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഓടിപ്പിടിച്ച് പോകണ എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ജിമ്മിലോട്ടാണ്. ഒരു മാസത്തിന് ശേഷം ഞാൻ ജിമ്മിലോട്ട് പോകണേ ഗായ്സ്. വളരെ അധികം മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ജിമ്മിൽ പോകണം. നല്ല രീതിക്ക് എൻ്റെ ബോഡി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്താലേ അതിനൊരു ക്ഷാമം വരത്തുള്ളൂ. ഡയറ്റും കാര്യങ്ങളൊക്കെ വിട്ട് ഈ ഒരു മാസം ഇവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ GCC കൺട്രീസിലെ. അപ്പം അത് കാരണം കൊണ്ടാണ് ജിമ്മിൽ പോകാണ്ടിരിക്കാൻ പറ്റാണ്ടിരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, 99.2 100 കിലോ ആയി. ഞാൻ ഞെട്ടി. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അത് തോന്നിയില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഭയങ്കരധികം സങ്കടമുണ്ട്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് ഞാനിങ്ങനെ ഷൂട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ജിമ്മിലോട്ട് കയറി ഫസ്റ്റ് തന്നെ എല്ലാ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പയ്യെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ജിമ്മിൽ സ്മാർട്ട് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ജിമ്മാണ്. നമ്മുടെ ഓൾഡ് എയർപോർട്ടിലാണ് വരുന്നത്. നല്ല അടിപൊളി ജിമ്മാണ് കേട്ടോ. കുറേ അമിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ജിമ്മാണ്. സോ ലോക്കറിൽ ഞാൻ എൻ്റെ സാധനങ്ങൾ എടുത്ത് വെക്കണതാണ്. അപ്പം എനിക്ക് ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യണ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവലാണ്. ടവൽ ഞാൻ എപ്പോഴും ജിമ്മിൽ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്ലൗസ് എനിക്ക് നിർബന്ധമാണ്, ബിക്കോസ് എൻ്റെ കൈ നല്ല സ്വെറ്റിംഗ് ആണ്. പിന്നെ 1 ബോട്ടിൽ ഓഫ് വാട്ടർ. പിന്നെ നിങ്ങൾ ആരും ചിരിക്കരുത്, ഹെഡ്ഫോൺ. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ സ്പ്രേ ആണ്. സ്പ്രേ ഞാൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കും, ബിക്കോസ് എനിക്ക് വിയർപ്പിന് കുറച്ച് അസുഖമുണ്ടെന്നല്ല, എനിക്ക് കുറച്ച് നന്നായിട്ട് വിയർപ്പ് പോകും. അപ്പം അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ സ്പ്രേ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇതെൻ്റെ ബ്യൂട്ടിഫുൾ വാച്ച് എൻ്റെ മാമ ഗിഫ്റ്റ് തന്നാണ് എൻ്റെ 28ാം വയസ്സ് ബർത്ത്ഡേക്ക്. എൻ്റെ ബോഡി എന്തോരം മാറി നോക്കിയാൽ ശരിക്കും ഒരു പൊണ്ണത്തടിച്ചിനെ പോലെ ആയില്ലേ. പക്ഷെ ഇതെല്ലാം മാറ്റും, കുറയ്ക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ജിമ്മിൽ വന്നേക്കണത്. ഇനി വാറുണ്ടായാലും എന്നിട്ടാണ് ഇറാൻ 2ആയിട്ട് പിളർന്നു പോയാലും ശരി, ഞാൻ ജിമ്മ് നിർത്തത്തില്ലെന്ന് മനസ്സിൽ ശബ്ദം ചെയ്തിട്ടാണ് ഈ ഗ്ലൗസ് ഞാൻ കെട്ടിക്കൊണ്ടിരിക്കണത്. എല്ലാം ശരിയാവും അല്ല ഗൈസ്. അപ്പം ജിമ്മൊക്കെ കഴിഞ്ഞ് ഞാൻ ജിമ്മിൽ വർക്കൗട്ടൊന്നും കാണിച്ചില്ല. ഒന്ന് കഴിയട്ടെ, കുറച്ചാൾ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ കയറി വരികയാണ് ഗൈസ്. നല്ല ക്ഷീണമുണ്ട്, കൈയും കാലും ഒക്കെ നല്ല വേദനയുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം തന്നെ ജിമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുക. വിത്തിൻ 1 അവറിനുള്ളിൽ വർക്കൗട്ടിനുള്ളിലാണ് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് വിത്തിൻ 1 അവറിനുള്ളിലാണ് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യേണ്ടത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പ്രോട്ടീൻ ഇടുക, അടിച്ച് സാപ്പിടുക, കഴിക്കുക. അതല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും റിസൾട്ട് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നടക്കത്തില്ല എന്നാണ് നമ്മുടെ പുരാതന പൂർവിക അധ്യാപകർ പറയാറുള്ളത്. അപ്പോൾ ഗൈസ്, പ്രോട്ടീൻ കഴിച്ചതിന് ശേഷം ഞാൻ ആ സംഭവം വെറുതെ ഒന്ന് ജസ്റ്റ് ചുറ്റിച്ച് അവിടെ സിങ്കിലിട്ടിട്ട് ഞാൻ കുളിക്കാൻ കയറണതാണ്. എനിക്കിന്ന് 2-3 സ്ഥലത്തൊക്കെ പോകാനുണ്ട് കേട്ടോ. അപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാനിവിടെ സ്പ്രേ ബോട്ടിലില്ലേ ഒലിവിൻ്റെ, അതിലാണ് ഞാൻ ഓയിൽ യൂസ് ചെയ്യാറ്. അതൊന്ന് സ്പ്രേ ചെയ്തിട്ട്, എനിക്ക് ഇവിടെ ഡയറ്റിലുള്ള മുട്ട എന്ന് പറയുന്നത് 5 ആണ്. 5 മുട്ടയിൽ 1 മുഴുവൻ മുട്ടയും ബാക്കിയുള്ള വെള്ളയാണ്. അപ്പോൾ അതും പെപ്പറും സോൾട്ടൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട്, പിന്നെ ഒരു ആൽമണ്ട് ബട്ടറിൻ്റെ സ്കൂപ്പും ഇട്ട്, തേങ്ങാവെള്ളം എനിക്ക് ഡയറ്റിലുള്ളതാണ്. പക്ഷേ മിഡ് ബ്രേക്ക്ഫാസ്റ്റിലാണ് ഞാൻ. പക്ഷേ വെള്ളം കുടിക്കാനുള്ള മടി കൊണ്ട് ഞാൻ തേങ്ങാവെള്ളവും ഇതും കൂടിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ബാഗ് എടുക്കാൻ പോണേയാണ്. ബാഗ് പിന്നെ ഒരു ബോട്ടിലും ഞാൻ നിർബന്ധമായിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്, ബിക്കോസ് 3 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ ഞാൻ കഴിക്കണ സപ്ലിമെൻറ്റ്സ്, ഇത് PCOSൻ്റെ കാര്യങ്ങളിലൊക്കെയാണ്. സപ്ലിമെൻറ്റ്സ് കഴിക്കുക, വെള്ളം കുടിക്കുക, പറ്റില്ലെങ്കിൽ കൂടിയും കുടിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളിങ്ങനെ ആക്കണത്. എന്തോരം ഉഴപ്പിയതാണെന്നറിയാം എൻ്റെ ലൈഫിൽ ഞാൻ. അപ്പം ഇത് ഞാൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ലൈഫ് നേരായ രീതിയിൽ കൂടെ വളർന്നു വന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് ജീവിതമെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ്. അപ്പോൾ ഇതാണ് ലൈഫ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ കൂടെ വരാൻ ശ്രമിക്കുക എല്ലാവരും.
എല്ലാവരും, ഞാൻ എല്ലാവരെയാണ് ഉദ്ദേശിച്ചത്. ആരൊക്കെ എങ്ങനെയൊക്കെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ അവരൊക്കെ ബാഡ് ഹാബിറ്റ്സ് നിർത്തി നല്ല ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടുവന്ന് നല്ല ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചാലും കൂടി അടിപൊളിയായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ ഇത് എന്നെപ്പോലെ ഇങ്ങനെ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും ബാഗും തൂക്കി ഹോസ്പിറ്റലും പോയി ഫിസിയോതെറാപ്പിയും ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരും 28-ാം വയസ്സിൽ. സോ ഞാനിത് എനിക്കൊരു കുറച്ചിലായിട്ട് കാണുന്നില്ല, പക്ഷേ ഞാനിത് എനിക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും